ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലത്തെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വാട്ടർ ആൻഡ് ലൈഫ്, ജലം നിത്യജീവിതത്തിൽ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് പോലെ തന്നെ വാട്ടറും അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ കുറച്ച് പ്രത്യേകതകളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2 ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അത് കാണാത്തവരാണെങ്കിൽ അത് പോയി കാണണം. ഇനി നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലോട്ട് പോകാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു കുട്ടി പുഴയിനോട് എന്തോന്ന് പറയുന്നുണ്ട് അല്ലേ? എന്താണ് ആ കുട്ടി പറയുന്നത്? വേർ ആർ യു ഗോയിങ് സോ ഹറിഡ്ലി? അതെന്താണ്, ഇത്ര വേഗത്തിൽ നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കുട്ടി ചോദിക്കുകയാണ്. ആരോടാണ്? ആ പുഴയിനോട് ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് പുഴ റിപ്ലൈ കൊടുക്കുന്നത്? ഇഫ് ഐ ഡോണ്ട് ഫ്ലോ ആൻഡ് എൻറിച്ച് ദ ലാൻഡ് പീപ്പിൾ വിൽ സഫർ. എന്താ പറഞ്ഞത് ഇവിടെ പുഴ? ഞാൻ ഒഴുകിയെത്തിയില്ലെങ്കിൽ ആളുകളൊക്കെ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുമെന്നാണ് പുഴ പറയുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് മേക്ക് ദ റിവർ സേ ദീസ്? ഈ പുഴ ഇങ്ങനെ പറയാനുള്ള റീസൺ എന്താണെന്നാണ് ചോദ്യം. എന്തുകൊണ്ടായിരിക്കും ആളുകൾ കഷ്ടപ്പെടും, ഞാൻ ഒഴുകി അവിടെ എത്തിയില്ലെങ്കിൽ ആളുകൾ കഷ്ടപ്പെടുമെന്ന് പറയാനുള്ള റീസൺ എന്താണെന്നാണ് ചോദ്യം. എന്താണ് അവിടുത്തെ ആൻസർ? ദ റിവർ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഹ്യൂമൻ ലൈഫ്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും റിവർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രധാനപ്പെട്ട റോളാണ് വഹിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്, ഇറിഗേഷൻ ആൻഡ് അതർ ഡൊമസ്റ്റിക് പർപ്പസസ്. പുഴ ശരിക്കും മനുഷ്യ ജീവിതത്തിലൊക്കെ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. കാരണം എന്താണ്? അതായത് നമുക്കൊക്കെ ഇപ്പോൾ വെള്ളമുണ്ട്, പക്ഷേ വെള്ളമില്ലാത്തവരുടെ അവസ്ഥ ഒക്കെ എന്താണ്? അവർ ഈ നനയ്ക്കാനും കുളിക്കാനും കുടിക്കാനും ഒക്കെ ഈ പുഴയിലത്തെ വെള്ളമായിരിക്കും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഈ പുഴ എന്ന് പറയുന്നത്, പുഴയിലത്തെ വെള്ളമാണ് അവരെ ആശ്രയിച്ചിരിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ്. ആ പുഴ അവിടെ ഒഴുകി അവിടെ എത്തിയില്ലെങ്കിൽ ചില മനുഷ്യ ജീവിതങ്ങളൊക്കെ എന്തായി കഷ്ടപ്പെടുമെന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു വി യൂസ് റിവർ വാട്ടർ ഫോർ? നമ്മൾ എന്തിനൊക്കെയാണ് പുഴയിലത്തെ വെള്ളം ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. എന്തിനൊക്കെയാണ്? ഫോർ ഡ്രിങ്കിങ്, ബാത്തിങ്, ഇറിഗേഷൻ, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി, ട്രാൻസ്പോർട്ടേഷൻ എക്സെട്ര. ഡ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ കുടിക്കാൻ, ബാത്തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുളിക്കാൻ, പിന്നെ ഇറിഗേഷൻ നനയ്ക്കാൻ, നമ്മളുടെ കൃഷിയും കാര്യങ്ങളൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഈ പുഴയിലത്തെ വെള്ളം ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലേക്കുള്ള ഈ കറണ്ടൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഈ വെള്ളത്തിൽ നിന്നാണ് അല്ലേ? അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വലിയ ക്ലാസ്സിൽ നിന്ന് പഠിക്കും. അപ്പോൾ വെള്ളത്തിൽ നിന്നാണ് കറണ്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്ര ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പുഴ ഉപയോഗിക്കാറുണ്ട്. ഇനി 3ാമത്തെ ചോദ്യമാണ്, ക്യാൻ റിവർ വാട്ടർ ബി യൂസ്ഡ് ഡയറക്ട്ലി ഫോർ ഡ്രിങ്കിങ് ആൻഡ് അതർ ഡൊമസ്റ്റിക് പർപ്പസസ്? അതായത് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ഡ്രിങ്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പുഴവെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ? ഡയറക്റ്റായിട്ട് നമുക്ക് നേരിട്ട് ആ പുഴവെള്ളം പോയി കുടിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. നമുക്കറിയാം ഈ പുഴയിലൊക്കെ പല പല വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റായിട്ട് ഈ പുഴയിലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് പല അസുഖങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ വേസ്റ്റിൽ നിന്ന് പല പല ബാക്ടീരിയകളും വൈറസുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മളുടെ ശരീരത്തിലെത്തിയാൽ നമുക്ക് പല അസുഖങ്ങളും വരും. അപ്പോൾ നമ്മൾ ഈ കുടിക്കുന്നതിന് മുമ്പ് അത് പല പ്രോസസ്സിലൂടെയും കടന്നു പോകണം, ഫിൽട്രേഷനൊക്കെ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ്? ഇവിടെ ഒരു ഇല്ലുസ്ട്രേഷൻ നിങ്ങൾക്ക് കാണാം, ഒരു പിക്ചറും. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പുഴവെള്ളം എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് നമുക്ക് കുടിക്കാൻ പാകത്തിന് നമുക്ക് കിട്ടുന്നത്, എങ്ങനെയൊക്കെയാണ് അവിടെ പ്യൂരിഫിക്കേഷൻ നടക്കുന്നത് എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തേതാണ് പ്യൂരിഫിക്കേഷൻ സ്റ്റേജസ് ഓഫ് റിവർ വാട്ടർ. പുഴവെള്ളത്തിൻ്റെ ശുദ്ധീകരണ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. 1ാമത്തേതാണ് ഫിൽറ്റർ ഔട്ട് ലാർജ് ഡബ്രിസ്. ഡബ്രിസ് എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങൾ. അപ്പോൾ ഈ പുഴയിലൊക്കെ വലിയ വലിയ മാലിന്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ കുപ്പി, അതേപോലെ തന്നെ പല പല മാലിന്യങ്ങളുണ്ടാകും. അപ്പോൾ അതെന്ത് ചെയ്യുക? അത് നമ്മൾ ആദ്യം അരിച്ചു മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. വലിയ മാലിന്യങ്ങളൊക്കെ അരിച്ചു മാറ്റുക. ലാർജ് ഡബ്രിസ് എന്ന് പറഞ്ഞാൽ പിന്നെ വലിയ മാലിന്യങ്ങളൊക്കെ. 2ാമത്തേതാണ് എലോ വേസ്റ്റ് ടു സെറ്റിൽ. ഇവിടുത്തെ 2ാമത്തെ സ്റ്റെപ്പാണ് മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുക എന്നുള്ളത്. അതായത് നമ്മൾ ഫസ്റ്റിലത്തെ സ്റ്റെപ്പിൽ വലിയ വലിയ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്തു, അരിച്ചു മാറ്റി. ഇനി 2ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനിയും ഉണ്ടാകും. നമ്മൾ ഫസ്റ്റിലത്തെ ഈ ഒരു സ്റ്റെപ്പിലൊക്കെ മാലിന്യങ്ങളൊക്കെ അരിച്ചു മാറ്റിയാലും ഇനിയും അതിൽ മാലിന്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിപ്പോൾ ചളിക്കട്ടകളായിട്ടും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? അത് അടിഞ്ഞുകൂടാൻ അനുവദിക്കുക. പിന്നെ 3ാമത്തേതാണ് സ്ട്രെയിൻ ത്രൂ മൾട്ടി ലെയർഡ് സീവ്സ്. സീവ്സ് എന്ന് പറഞ്ഞാൽ അരിപ്പ എന്നാണ്. അപ്പോൾ പല തട്ടുകളുള്ള അരിപ്പകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? അരിച്ചു മാറ്റുകയാണ്. അവിടെ വീണ്ടും 3ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ വീണ്ടും അത് പ്യൂരിഫൈ ചെയ്യുകയാണ്, വീണ്ടും അരിച്ചു മാറ്റുകയാണ്. പിന്നെ ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ 3 തട്ടുകളുള്ള ഈ ഒരു അരിപ്പകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? അത് വീണ്ടും അരിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി 4ാമത്തേത് എന്താണ്? 4ാമത്തെ സ്റ്റെപ്പ്
സ്റ്റെപ്പ് ഡിസിൻഫെക്റ്റാണ്. ഡിസിൻഫെക്റ്റ് എന്ന് പറഞ്ഞാൽ രോഗാണുക്കളെ നശിപ്പിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കാണാൻ പറ്റാത്ത സൂക്ഷ്മജീവികളായിട്ടുള്ള പല പല മൈക്രോ ഓർഗാനിസം വെള്ളത്തിലൊക്കെ ഉണ്ടാകും. വൈറസ്, ബാക്ടീരിയ ഒക്കെ ഉണ്ടാകും, ഫംഗസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ എന്താണ് നശിപ്പിക്കുക. അപ്പോൾ അതൊക്കെ നമ്മളുടെ വയറ്റിലെത്തിയാൽ അല്ലെങ്കിൽ ശരീരത്തിലെത്തിയാൽ പല പല അസുഖങ്ങൾ വരുത്തും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ നശിപ്പിക്കുക എന്നുള്ളതാണ് 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും ചെറിയ ഒരു പ്രോസസ്സൊന്നുമല്ല, വലിയ വലിയ ഫാക്ടറികളിൽ അല്ലെങ്കിൽ വലിയ വലിയ ഇൻഡസ്ട്രിയിലൊക്കെ ചെയ്യുന്നതാണ് ഇത്രയുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും സ്റ്റെപ്പിലൂടെ കടന്നു പോയാൽ നമുക്ക് ഫ്രഷ് വാട്ടർ കിട്ടി. ഇനി അത് നമുക്ക് എവിടെയൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ വീടുകളിലേക്ക് എത്തുന്നത് നോക്കാം. ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജസ് ഓഫ് ഫ്രഷ് വാട്ടർ, ശുദ്ധജലത്തിൻ്റെ വിതരണ ഘട്ടങ്ങളാണിനി. 5ാമത്തത് സ്റ്റോറിങ് ടാങ്ക്. അപ്പോൾ ഈ ഫ്രഷ് വാട്ടർ എന്ത് ചെയ്യും, വലിയ വലിയ ടാങ്കുകളിൽ സ്റ്റോർ ചെയ്യും. പിന്നെ 6ാമത്തത് ഡിസ്ട്രിബ്യൂട്ട് വാട്ടർ ടു ഹൗസസ്. പിന്നെ എന്ത് ചെയ്യാണ്, ഈ ടാങ്കുകളിൽ നിന്ന് പിന്നെ ജലം വീടുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തതാണ് ദ റിവർ വാട്ടർ ഗെറ്റ് ഡെലിവേർഡ് ടു ഹൗസസ് ആഫ്റ്റർ ഇറ്റ് ഈസ് ബീങ് പ്യൂരിഫൈഡ്. അതായത് പുഴയിലെ വെള്ളം ശുദ്ധീകരിച്ചാണ് വീടുകളിലേക്കൊക്കെ എത്തിക്കുന്നത് അല്ലേ. ഇനി ഡു യു ഗെറ്റ് വാട്ടർ റെഗുലർലി ഇൻ ദ സെയിം വേ. നിങ്ങളുടെ വീട്ടിലും ഇതേപോലെ തന്നെയാണോ, അതായത് പുഴയിൽ നിന്ന് ഈ ഒരു പ്യൂരിഫിക്കേഷൻ മെത്തേഡൊക്കെ കഴിഞ്ഞിട്ടാണോ നിങ്ങൾക്കും വെള്ളം എത്തുന്നത്? പല ആൾക്കാർക്കും അങ്ങനെയല്ല അല്ലേ. പല ആൾക്കാരും കിണറിന് വെള്ളം എടുക്കുന്നവരുണ്ടാകും, അങ്ങനെ പല വേസിൽ വെള്ളം എടുക്കുന്നവരുണ്ട്. പിന്നെ വാട്ട് ആർ ദ അതർ സോഴ്സ് ഓഫ് വാട്ടർ യു ഡിപ്പെൻഡ് ഓൺ. വീട്ടിലേക്ക് വെള്ളം കിട്ടുന്ന മറ്റെന്തെല്ലാം സ്രോതസ്സുകളുണ്ട് അവിടെ താഴെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അവിടെ ഓൾറെഡി ഒന്ന് കൊടുത്തിട്ടുണ്ട്, വെൽ, അതായത് കിണർ. മിക്ക ആൾക്കാരും കിണറിൽ നിന്നായിരിക്കും വെള്ളം എടുക്കുന്നുണ്ടാവുന്നത്. പിന്നെ ലേക്ക്, തടാകങ്ങൾ. പിന്നെ ബോർവെൽ എന്ന് പറഞ്ഞാൽ കുഴൽ കിണറിന് വെള്ളം എടുക്കുന്നവരുണ്ട്. പിന്നെ പോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കുളങ്ങൾ. ഇനി അടുത്തൊരു ചോദ്യമാണ്, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഡു യു നീഡ് ഇൻ എ ഡേ. അതായത് എത്ര ലിറ്ററോളം വെള്ളമാണ് നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അതായത് കുടിക്കാനും കുളിക്കാനും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ കണക്കാണ് താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു ബോക്സിലുള്ളത്. അപ്രോക്സിമേറ്റ് ഡെയിലി യൂസ് ഓഫ് വാട്ടർ. ഏകദേശം ഒരു കണക്കാണ് നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ കണക്ക്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, യൂസ് ഓഫ് വാട്ടർ ക്വാണ്ടിറ്റി ടു ഡ്രിങ്ക്. നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെള്ളം എന്ന് പറയുന്നത് 2.5 മുതൽ 3.5 ലിറ്റർ വെള്ളം വരെയാണ്. ഇനി 2ാമത്തത് ടു കുക്ക് ഫുഡ്, അതായത് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം 3 മുതൽ 4 ലിറ്റർ വരെയാണ്. പിന്നെ ടു വാഷ് വെസൽ എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ കഴുകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം എന്ന് പറയുന്നത് 6 മുതൽ 8 ലിറ്റർ വരെ. പിന്നെ ടു ബാത്ത് ആൻഡ് ടു വാഷ് ക്ലോത്ത്സ്, അതായത് കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം 30 ലിറ്റർ വരെയാണ്. പിന്നെ ഫോർ സാനിറ്റേഷൻ, അതായത് ശുചീകരണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് 50 ലിറ്റർ വരെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട്. പിന്നെ ഫോർ അതർ പർപ്പസ്, മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം 30 ലിറ്റർ വരെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത്, 50 ലിറ്റർ വരെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടോട്ടൽ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ദിവസം നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം എത്ര ലിറ്ററോളാണെന്ന് വെച്ചാൽ 121.5 ലിറ്റർ മുതൽ 125 ലിറ്റർ വരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കമ്പയർ യുവർ ഡെയിലി യൂസ് വിത്ത് ദ യൂസേജ് ഇൻ ദ ഗിവൺ ടേബിൾ. അതായത് നിങ്ങളും ഇത്രത്തോളം തന്നെയാണോ ഒരു ദിവസം 125 ലിറ്ററോളമൊക്കെ വെള്ളം നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ദിവസം കുടിക്കുന്നത് എത്രയാണ്, അതേപോലെ ക്ലീനിങ്ങിനും മറ്റ് കുളിക്കാനും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം എത്രയാണ്, ഇനി ഇതിലും കുറവാണോ അല്ലെങ്കിൽ ഇതിലും കൂടുതലാണോ എന്നൊന്ന് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കാനാണ് പറഞ്ഞത് ഈ ഒരു ടേബിൾ വെച്ചിട്ട് കേട്ടോ. ഇനി വി ഹാവ് സീൻ ദ ഡെയിലി യൂസ് ഓഫ് വാട്ടർ, ഹാവിൻ we can control and limit the use of certain things but not the drinking water. അതായത് നമ്മൾ കണ്ടു ഇവിടെ ഓരോരോ ദിവസങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ കണക്ക്, അല്ലെ, വെള്ളത്തിൻ്റെ എത്ര ലിറ്ററോളം ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു. ഇവിടെ നമുക്ക് കുറേയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, വെള്ളത്തിൻ്റെ യൂസേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേങ്കിൽ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കാര്യം മാത്രം നമുക്ക് ഒരിക്കലും കുറയ്ക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ആവശ്യമാണ് അല്ലേ, നമ്മുടെ ശരീരത്തിന് അത്രയ്ക്കും ആവശ്യമായിട്ടുള്ളതാണ് ഈ വെള്ളം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ, ഈ ഒരു ബോക്സ് നോക്കാം. ഇൻക്രീസിങ് ഡിമാൻഡ് ആൻഡ് ഡിക്രീസിങ് അവൈലബിലിറ്റി, അതായത് കൂടുന്ന ആവശ്യവും കുറയുന്ന ലഭ്യതയും. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ കൂടുന്ന ആവശ്യവും, ഡിക്രീസിങ് അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ കുറയുന്ന ലഭ്യതയും.
Availability of fresh water is decreasing due to increase in population and increase in the level of water pollution. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്? പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനസംഖ്യയാണ്. പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മലിനീകരണം. ഓക്കെ, അത് മാറിപ്പോവരുത്, പോപ്പുലേഷനും പൊല്യൂഷനും. അപ്പോൾ ഇവിടെ പറഞ്ഞതാണ് ഈ ജനസംഖ്യാ വർധനവും അതേപോലെ തന്നെ ജലമലിനീകരണത്തിൻ്റെ തോതിലുള്ള വർധനവും കാരണം നമുക്ക് ഇല്ല, ശുദ്ധജല ലഭ്യത ഇവിടെ കുറഞ്ഞു വരികയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ജനത്തിൻ്റെ ഈ വർധനവും അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ മലിനീകരണവും കാരണം ഫ്രഷ് വാട്ടർ നമുക്ക് ലഭിക്കാനില്ല. It is estimated that 200 crore people in the world do not have access to sufficient amount of fresh water. അപ്പോൾ ഇവിടെ പറഞ്ഞതാണ് കണക്ക് പ്രകാരം ലോകത്തിലെ 200 കോടിയോളം മനുഷ്യർക്ക് ആവശ്യത്തിന് ഫ്രഷ് വാട്ടർ ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. If this situation continues, it is expected that the water shortage will become more severe in the coming years. അപ്പോൾ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഇനി വരും വർഷങ്ങൾ ജലക്ഷാമം രൂക്ഷമായി തുടരുമെന്നാണ് പറയുന്നത്. Millions of people die all over the world every year due to diseases caused by വാട്ടർ പൊല്യൂഷൻ. അപ്പോൾ ഇങ്ങനെ ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്ത് എല്ലാ വർഷവും തന്നെ മില്യൺസ് ഓഫ് പീപ്പിളാണ് മരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഫോർ വാട്ട് പർപ്പസ് ഡു യു യൂസ് ദ വാട്ടർ മോസ്റ്റ്? നമ്മൾ എന്തിനാണ് ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത്? ഒരു ദിവസം നമ്മൾ എന്തിനായിരിക്കും ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത്? ഒന്നെങ്കിൽ കുളിക്കാൻ അല്ലെങ്കിൽ വൃത്തിയാക്കാനോ ഒക്കെ ആയിരിക്കും അല്ലേ. പിന്നെ ഹൗ മെനി ലിറ്റർ ഓഫ് വാട്ടർ ഡു യു യൂസ് അപ്രോക്സിമേറ്റ്ലി ഇൻ യുവർ ഹോം പെർ ഡേ? ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? ഒരു ദിവസം നമ്മൾ എത്ര ലിറ്ററോളം വെള്ളം നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഒരു കണക്ക് നിങ്ങൾ അപ്രോക്സിമേറ്റ്ലി എന്നാണ് പറഞ്ഞത്, അതായത് ഏകദേശം ഒരു കണക്ക് അവിടെ നിങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഓഫ് വാട്ടർ ഇൻ അവർ ബോഡി? അപ്പോൾ എന്താണ് ചോദിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് വെള്ളം എത്ര വേണമെങ്കിലും ലിമിറ്റ് ചെയ്യാം അല്ലേ. ബാക്കി എല്ലാ യൂസിനുള്ള വെള്ളം നമുക്ക് കുറയ്ക്കാൻ പറ്റും, പക്ഷെങ്കിൽ കുടിക്കുന്ന കാര്യത്തിൽ അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ്. ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ ഇൻ അവർ ബോഡി എന്നാണ് ചോദിച്ചത്. നമ്മുടെ ശരീരത്തിൽ ജലത്തിൻ്റെ പ്രാധാന്യം അതിവിടെ ഒരു ചെറിയൊരു പിക്ചറായിട്ട് കാണിച്ചിരിക്കുന്നുണ്ട്, നോക്കിക്കേ. അപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിൽ ഓരോരോ ഓർഗൻസിനും അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്, ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്, എത്രത്തോളം വാട്ടർ ഇമ്പോർട്ടൻസ് ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ ബ്രെയിൻ, തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് 73% വാട്ടർ ആവശ്യമാണ്. പിന്നെ ബ്ലഡിലാണെങ്കിൽ 94% ആവശ്യമാണ്. പിന്നെ കിഡ്നി, വൃക്കകൾക്ക് 79%, മസിൽസിന്, പേശികൾക്കാണെങ്കിൽ 75%, ഹാർട്ടിന്, ഹൃദയത്തിന് 75%, ലങ്സിന്, ശ്വാസകോശത്തിന് 83%, ബോൺസിന്, അസ്ഥികൾക്കൊക്കെ 31% ആവശ്യമായിട്ട് വരുന്നത്. ഇനി ആ ഒരു ഗ്രീൻ ബോക്സ് നോക്കിക്കേ താഴത്തുള്ള. വാട്ടർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ദ ഹ്യൂമൻ ബോഡി. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ലൈഫ് ഫങ്ഷൻ. അപ്പോൾ ഇവിടെ പറഞ്ഞെന്താണ്? മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് വെള്ളം, ജലം എന്ന് പറയുന്നത്. അതാണ് വാട്ടർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും പ്രധാന ഘടകം എന്നാണ്. വാട്ടർ ഈസ് ആൻ എസെൻഷ്യൽ ഫോർ ഓൾ ലൈഫ് ഫങ്ഷൻ. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും എന്താവശ്യമാണ്? വെള്ളം, ജലം ആവശ്യമാണ്. ഇനി അടുത്ത ടോപ്പിക്കാണ് വാട്ടർ ഇൻ പ്ലാന്റ്സ്. നമ്മൾ മനുഷ്യരെ പോലെ തന്നെ പ്ലാന്റ്സിനും എന്താവശ്യമാണ്? വാട്ടർ, ജലം അത്യാവശ്യമാണ്. നോക്കിക്കേ, പ്ലാന്റ്സ് ഓൾസോ നീഡ് വാട്ടർ. പ്ലാന്റ്സിനും വാട്ടർ ആവശ്യമാണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ്സ്? ഫങ്ഷൻസ് പറഞ്ഞാൽ ധർമ്മങ്ങൾ. എന്തെല്ലാം ധർമ്മങ്ങളാണ് ജലം പ്ലാന്റ്സിൽ നിർവഹിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ നേരത്തെ ഉള്ള ആ ഒരു പിക്ചർ പോലെ തന്നെ ഇവിടെ ഒരു മരത്തിൻ്റെ ചിത്രമുണ്ട്. ആ മരത്തിൻ്റെ ചിത്രത്തിൽ വാട്ടറിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, വാട്ടർ എന്തിനൊക്കെയാണ് പ്ലാന്റ്സ് യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്നാമത്തതാണ് ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്തായിരുന്നു ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ്സിലൊക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഫോട്ടോസിന്തസിസ്. ഈ പ്ലാന്റ്സ് വാട്ടറും മിനറൽസും സൺലൈറ്റും കാർബൺ ഡയോക്സൈഡൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സായിരുന്നു എന്തെന്ന് പറയുന്നത്? ഫോട്ടോസിന്തസിസ്. അപ്പോൾ ആ ഫോട്ടോസിന്തസിസിൽ ഏറ്റവും പ്രധാനമായിട്ടും ആവശ്യമുള്ള ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത്? വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോട്ടോസിന്തസിസിന് വാട്ടർ ആവശ്യമാണ് പ്ലാന്റ്സിൽ. ഇനി ടു ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ലീവ്സ് ടു അതർ പാർട്ട് ഓഫ് പ്ലാന്റ്, അതായത് ആഹാരം ഇലകളിൽ നിന്നും
മറ്റ് സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. നമുക്കറിയാം ഈ ഇലകളിൽ വെച്ചിട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് പ്ലാന്റ്സൊക്കെ. അപ്പോൾ ആ ഫുഡ് പ്രിപ്പയർ ചെയ്ത് ഫുഡ് എല്ലാ ഭാഗത്തേക്കും, ആ ഒരു പ്ലാന്റ്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് ഈ ഒരു വാട്ടർ വഴിയാണ്. ഇനി ടു ട്രാൻസ്പോർട്ട് ദ അബ്സോർബ്ഡ് മിനറൽസ് ടു ദ ലീവ്സ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റൂട്ടിലൂടെ എന്ത് ചെയ്യും, വാട്ടറും അതേപോലെ തന്നെ മിനറൽസൊക്കെ അബ്സോർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റൂട്ടിലൂടെ അബ്സോർവ് ചെയ്തിട്ടുള്ള മിനറൽസ് ലീവ്സിലേക്ക് എത്തിക്കുന്നതും വാട്ടർ വഴിയാണ്. പിന്നെ ടു മെയിൻറ്റെയിൻ ദ സ്ട്രക്ചർ ഓഫ് ദ പ്ലാന്റ് ബോഡിൻ്റെ ആ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും ഈ വാട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി താഴത്തുള്ള ആ ഒരു പച്ച ബോക്സ് നോക്കിക്കേ, ഓൾ ലിവിങ് ബീങ്സ് നീഡ് വാട്ടർ ഫോർ ലൈഫ് ഫങ്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു മനുഷ്യർക്ക് മാത്രമല്ല പ്ലാന്റ്സിനും എന്താവശ്യമാണ്, വെള്ളം ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാ ജീവികൾക്കും അവരുടെ ജീവൻ നിലനിർത്താൻ എന്താവശ്യമാണ്, വാട്ടർ, ജലം ആവശ്യമാണ്. അപ്പോൾ ഇനി അടുത്തതാണ് കളർ ആൻഡ് ഷേപ്പ്. അപ്പോൾ ഇവിടെ ഒരു കുട്ടി എന്നൊന്ന് പറയുന്നുണ്ട്. എന്താ പറയുന്നത്, ഇറ്റ് ഡസ് നോട്ട് ഹാവ് കളർ ഓർ ഓർഡർ സോ ഇറ്റ് മസ്റ്റ് ബി പ്യുവർ വാട്ടർ. അപ്പോൾ പറയാണ് അവൻ്റെ കയ്യിൽ എന്തുണ്ട്, ഒരു ഗ്ലാസ്സിൽ വെള്ളം. ഈ കുട്ടി പറയാണ് ഈ ഗ്ലാസ്സിലെ വെള്ളം നോക്കിയിട്ട് ഇറ്റ് ഡസ് നോട്ട് ഹാവ് കളർ അല്ലേ, അതിന് കളറില്ല, അതേപോലെ തന്നെ ഓർഡറും ഇല്ല. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, സ്മെല്ലും ഇല്ല. സോ ഇറ്റ് മസ്റ്റ് ബി പ്യുവർ വാട്ടർ, അതുകൊണ്ട് ഇത് ശുദ്ധജലമാവാം. പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞാൽ ശുദ്ധജലം. അപ്പോൾ അവനെ എന്തൊക്കെയാണ് ഇവിടെ നോക്കുന്നത്, അതിന് ഈ നല്ല അല്ലെങ്കിൽ ശുദ്ധജലം എന്ന് പറയുന്നത് അതിന് കളറും ഇല്ല, അതേപോലെ നിറവും ഇല്ലെങ്കിൽ അത് ശുദ്ധജലമാണെന്നാണ് ഈ കുട്ടി വിചാരിച്ചിരിക്കുന്നത്. ഡിഡ് യു നോട്ടീസ് ദ ചൈൽഡ് ഒപ്പീനിയൻ? നമ്മൾ ഈ ചൈൽഡിൻ്റെ ഒപ്പീനിയൻ നമ്മൾ കണ്ടില്ലേ. ഡു യു അഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെൻറ്റ്? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട്, ഈ കുട്ടി പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളും ഇതേപോലെയാണോ നോക്കുന്നത്? അതായത് ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിന് നിറവും ഇല്ല, അതേപോലെ സ്മെല്ലും ഇല്ലെങ്കിൽ അത് പ്യുവർ വാട്ടർ ആയിരിക്കുമോ? ഇല്ല, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം നമുക്ക് ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിൻ്റെ നിറവും അതേപോലെ തന്നെ സ്മെല്ലും നോക്കിയിട്ടല്ല നമ്മൾ ആ ഒരു ഗ്ലാസ്സിലെ വെള്ളം പ്യുവർ ആണെന്ന് പറയുന്നത്. നമുക്കറിയാം ഈ വെള്ളത്തിലൊക്കെ എന്തുണ്ടാകും, മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാകും അല്ലേ, ബാക്ടീരിയ, ഫംഗസ്, വൈറസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഇത് ഏതെങ്കിലും ലാബിലേക്ക് അയക്കണം, ടെസ്റ്റ് ചെയ്യാൻ ലാബിലേക്ക് അയക്കണം. അവരാണ് ഇത് കണ്ടെത്തുക. അല്ലാതെ നമുക്ക് നമ്മളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട്, നേക്കഡ് ആയിക്കൊണ്ട് നമുക്കൊരിക്കലും അത് കാണാൻ പറ്റില്ല. ഇതിൽ ബാക്ടീരിയയും വൈറസൊക്കെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല. അത് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ഏതെങ്കിലും ലാബിലേക്ക് അയച്ച് അവർ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. സം ഇൻഫോർമേഷൻ ഫ്രം വാട്ടർ ക്വാളിറ്റി ടെസ്റ്റിംഗ് റിപ്പോർട്ട് ഈസ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് ഏതോ ഒരു പ്രദേശത്തെ അവിടുത്തെ ഒരു വാട്ടർ ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ്. നോക്കിക്കേ, കളറില്ല, അതേപോലെ ഓർഡർ, സ്മെല്ലോ, ആ പ്രദേശത്തെ വെള്ളത്തിന് സ്മെല്ലില്ല. പക്ഷേങ്കിൽ ബാക്ടീരിയ അവിടെ പ്രസൻ്റ് ആണ്, യെസ് എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ബാക്ടീരിയ വെള്ളത്തിലുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ടെസ്റ്റിംഗ് വാട്ടർ ലൈക്ക് ദിസ്? അതായത് നമ്മൾ ഇതേപോലെ വെള്ളം ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ്, ഗുണം എന്താണെന്നാണ് ചോദ്യം. നമുക്കറിയാം, നമുക്ക് കാണാൻ പറ്റാത്ത മൈക്രോ ഓർഗാനിസം ഇതേപോലെ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ബാക്ടീരിയ കൊണ്ടും വൈറസ് കൊണ്ടൊക്കെ നമുക്ക് കുറേ അസുഖങ്ങളൊക്കെ വരാറുണ്ട്. ജോണ്ടിസ് പോലത്തെ, മഞ്ഞപ്പിത്തം പോലത്തെ ഒക്കെ വെള്ളത്തിലൂടെയാണ് പകരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് നമുക്ക് ഒരിക്കലും നമ്മളുടെ നേക്കഡായി കൊണ്ട് കാണാൻ പറ്റില്ല. കളറും ഓർഡറും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ, സ്മെല്ലും കളറൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കാണാൻ പറ്റാത്ത മൈക്രോ ഓർഗാനിസം ഒക്കെ ഈ ടെസ്റ്റിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് എന്ത് ചെയ്താൽ, അതിൻ്റെ ആൻസർ നമുക്ക് പറയാം, ടെസ്റ്റിംഗ് ഓഫ് വാട്ടർ ഹെൽപ്പ് അസ് ടു അണ്ടർസ്റ്റാൻഡ് വെദർ ദ വാട്ടർ ഈസ് പ്യുവർ ഓർ നോട്ട്. അതായത് ഇതേപോലെ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളുടെ വീട്ടിലെ വെള്ളം പ്യുവർ ആണോ, ശുദ്ധമാണോ അല്ലയോ എന്ന്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു പ്രിവെൻറ്റ് വാട്ടർ ബോൺ ഡിസീസസ്. അതായത് ഇത് എന്തിനും കൂടെ സഹായിക്കും, നമുക്ക് വെള്ളത്തിലൂടെ പകരുന്ന അസുഖങ്ങളെ തടയാനും ഇത് സഹായിക്കും. ഇതേപോലെ ലാബിലൊക്കെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അതിൽ ബാക്ടീരിയ ഉണ്ടോ വൈറസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഈ വാട്ടർ ബോൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലൂടെ പകരുന്ന അസുഖങ്ങളെ തടയാൻ സഹായിക്കും. ഇനി അടുത്താണ് റൈറ്റ് ദ ഡെഫിനിഷൻ ഓഫ് പ്യുവർ വാട്ടർ. പ്യുവർ വാട്ടറിൻ്റെ ഡെഫിനിഷൻ എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് ഡെഫിനിഷൻ പറയാം. പ്യുവർ വാട്ടർ മീൻസ് ഇറ്റ് വിൽ ബി കളർലെസ്, ഓർഡർലെസ് ആൻഡ് ആബ്സെൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം. അപ്പോൾ ശുദ്ധജലം എന്ന് പറഞ്ഞാൽ അതിന് കളർ ഉണ്ടാവില്ല, ഓർഡർ ഉണ്ടാവില്ല, സ്മെല്ലുണ്ടാവില്ല, അതേപോലെ ആബ്സെൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ അതിൽ മൈക്രോ ഓർഗാനിസം പ്രസൻ്റ് ആയിരിക്കില്ല. To find out whether the water you are drinking is clean, take a sample of water and send it to the quality testing labs in your locality to get
ടെസ്റ്റ് റിപ്പോർട്ട്. ഇനി നിങ്ങൾക്ക് സംശയമുണ്ട് നിങ്ങൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നിങ്ങൾ അടുത്തുള്ള ലാബുകളിൽ കൊടുത്താൽ മതി. വാട്ടർ ടെസ്റ്റ് ചെയ്യുന്ന നല്ല ലാബുകളിൽ കൊടുത്താൽ അവരത് എന്താക്കി തരും, അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അത് പ്യുവറാണോ അല്ലയോ എന്ന് റിപ്പോർട്ട് നിങ്ങൾക്ക് തരും. ഇനി അടുത്ത ടോപ്പിക്കാണ് ഡസ് വാട്ടർ ഹാവ് എ ഷേപ്പ്. വെള്ളത്തിന് ഷേപ്പ് ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ, വെള്ളത്തിന് എന്തെങ്കിലും ഷേപ്പ് ഉണ്ടോ? ഇല്ലല്ലേ. ടേക്ക് വാട്ടർ ഇൻ കണ്ടെയ്നേഴ്സ് ഓഫ് വേരിയസ് ഷേപ്പ്. ഈസ് ദെയർ എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഷേപ്പ് ഓഫ് ദ വാട്ടർ ആൻഡ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ? അതായത് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഡിഫറെൻറ്റ് ഷേപ്പുള്ള ഏതെങ്കിലും പാത്രങ്ങളൊക്കെ എടുക്കുക, ഗ്ലാസ് എടുക്കാം, ഇനി വേറെ ഷേപ്പുള്ള പാത്രങ്ങളൊക്കെ എടുത്തിട്ട് അതിലൊക്കെ വെള്ളം ഒഴിച്ച് നോക്കുക. ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ് കാണാൻ പറ്റുന്നുണ്ടോ? അതായത് ആ പാത്രത്തിൻ്റെ ഷേപ്പും വെള്ളത്തിൻ്റെ ഷേപ്പും തമ്മിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടില്ലേ. അതായത് എന്താണ്, നമ്മൾ ഏത് പാത്രത്തിലെടുക്കുന്നോ, ഏത് ഷേപ്പുള്ള വെസലെടുക്കുന്നോ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ് എടുക്കുന്നോ അതിന് ആ ഷേപ്പ് ആയിരിക്കും, വെള്ളത്തിന് ആ ഷേപ്പ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, വെള്ളത്തിനൊരു പ്രത്യേകിച്ചുള്ള ഷേപ്പില്ല. നമ്മൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ വെള്ളം നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം മാത്രമേ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളൂ, വാട്ടർ ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. വെള്ളത്തിന് ഒരു പ്രത്യേകിച്ചുള്ളൊരു ഷേപ്പില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയേ എടുക്കുന്നുള്ളൂ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വെള്ളത്തിനെ കുറിച്ചുള്ള കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം അത്യാവശ്യമാണ്. അവരുടെ ജീവൻ നിലനിർത്താൻ വെള്ളം എന്താണ്, ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് പറഞ്ഞു, ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതേപോലെ തന്നെ നമ്മൾ പ്യുവർ വാട്ടർ എന്ന് പറയുന്നത് അതിന് ഒരു സ്മെല്ലുണ്ടാവില്ല, അല്ലെങ്കിൽ ഓർഡർലെസ് ആയിരിക്കും, കളർലെസ് ആയിരിക്കും. പിന്നെ ആബ്സെൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം, അതിലെന്തുണ്ടാവില്ല, ഈ മൈക്രോ ഓർഗാനിസം ഒന്നും ഉണ്ടാവില്ല. അതിനെയാണ് നമ്മൾ പ്യുവർ വാട്ടർ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ നമ്മൾ പറഞ്ഞു വെള്ളത്തിനൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പുമില്ല. ഓക്കെ, നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ എടുക്കുന്നത് ആ ഒരു കണ്ടെയ്നറിൻ്റെ ഷേപ്പിൽ വെള്ളം നിൽക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്